ഇനി കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒന്നും വാർത്തകൾ ചർച്ച ചെയ്യാനും വാർത്തകൾ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് അടിച്ചു തകർക്കും, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. അല്ലേ, യൂത്ത് കോൺഗ്രസ്സുകാരും ഡിവൈഎഫ്ഐക്കാരായോ? സാധാരണ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും അങ്ങനെ അതിനുള്ള തൻ്റെ ഇടമൊന്നും ഉള്ളവരല്ല. ഈ മസിൽ വരിപ്പിച്ച് നല്ല ശുഭ്ര വസ്ത്രധാരിയായിട്ട് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഈ എത്ര ശുഭ്ര വസ്ത്രധാരിയായി നടന്നാലും പെട്ടിയെടുക്കാം, മറ്റുള്ളവൻ്റെ പെട്ടിയെടുക്കുകയും കാല് കഴുകി കുടിക്കാനും യാതൊരു മടിയില്ലാത്തവരാണ്. ഇത് അവരല്ല ചെയ്യുന്നത്. ഇതിനകത്ത് അവരൊരു പ്രത്യേക ഗുണ്ടാ ടീമിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പാറശാല യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ 20 പേർ ചേർന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിനുള്ളിൽ കയറി അടിച്ചു തകർക്കും. അത് രാഹുൽ മാങ്കൂട്ടൻ രാജിവെച്ചാൽ എന്തായാലും റിപ്പോർട്ടർ ചാനൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ രാജിവെച്ചിട്ടില്ലല്ലോ. അതെ, ഈ ചില കാര്യങ്ങൾ നോക്കുമ്പം കൈയില്ലാത്തവനും ചെന്ന് കൈ കെട്ടിവെച്ചിട്ട് ചെന്ന് അവിടെ അരുൺകുമാറിന് 2 എണ്ണം കൊടുത്തു പോകും. പക്ഷെ ഇക്കാര്യത്തിനകത്ത് നമുക്ക് റിപ്പോർട്ടറിനോടൊപ്പം നിൽക്കാമെന്നുള്ളതാണ്. കാരണം ഇയാൾ രാജിവെക്കാതിരിക്കുന്നത് പാർട്ടിക്ക് ദോഷമാകും എന്നുള്ള കാര്യമാണ് റിപ്പോർട്ടർ ആയാലും ആരും പറയുന്നത്. പാർട്ടിയെ നല്ല രീതിയിൽ കാണണം, ഒരു മതേതര സ്വഭാവമൊക്കെയുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഈ പപ്പുമോനൊക്കെയാണ് ഇപ്പം നയിക്കുന്നതെങ്കിലും ഇതിനൊരു പാരമ്പര്യമുണ്ട്. നെഹ്റു കുടുംബത്തെയൊക്കെ അങ്ങ് മാറ്റേ. അല്ല, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇങ്ങ് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുലും കൂടി പാർട്ടി ഒരു ഗതിയാക്കി ഈ 2 പേരുടെയും കൂടെ ഈ ഫ്ലെക്സോ പടമൊക്കെ വെച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. രണ്ടും ഒരു ഇടത്തെ കാലിലെയും വലത്തെ കാലിലെയും മന്ദായിട്ട് തന്നെ കരുതിക്കൊണ്ടാൽ മതി കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടും കോൺഗ്രസിന് ശാപമായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അത് റിപ്പോർട്ടറിന്റെ മാത്രം കുഴപ്പമൊന്നുമല്ലല്ലോ. റിപ്പോർട്ടറല്ലല്ലോ കുഴപ്പമുണ്ടാക്കിയത്. രാജി ഏതായാലും ഉണ്ടാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർക്ക് നാണമെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അവർക്ക് അധികാരത്തിൽ വരണമെന്നും വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ എത്ര ജനകീയ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അവര് ഭരിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ സമരമോ ഇവിടെ നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഓണക്കാലം ആകുമ്പോഴത്തേക്ക് LDF സർക്കാർ ജീവനക്കാർക്ക് ഒരു DA മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷനോ ഓണത്തിന് 1-2 മാസത്തെ കൊടുക്കുന്നു. സപ്ലൈകോയിലൊക്കെ എല്ലാ സാധനങ്ങളും എത്തുന്നു. വലിയ പരസ്യം അതാണ്ട് GR അനിൽ അങ്ങ് നേതൃത്വം കൊടുത്ത് ഇറങ്ങിയിരിക്കുകയല്ലേ. അതിന്റെ ബ്രാൻഡ് അംബാസഡർ റീമ കല്ലിങ്കലെയാണ് നിർത്തിക്കൊണ്ട് വലിയ പരസ്യവും ഒക്കെ കൊടുത്തു. ഇവർക്ക് അവസാന മിനിറ്റിൽ ഈ ജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് കാര്യങ്ങൾ നേടാനറിയാം. അത് ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് കാശിന് വകയില്ലാത്തവന്മാര്, ഗതിയില്ലാത്തവന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുകയില്ല. അവർക്ക് നേടണമെന്നുമില്ല. അവർക്ക് ഇങ്ങനെ പെരുപ്പിച്ച് നടക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ പെരുപ്പിച്ച് നടന്നതിന്റെ അനുഭവിക്കട്ടെ. മാങ്കൂട്ടം പോയി ഇനി മാങ്കൂട്ടത്തിലോ തേക്കൂട്ടത്തിലോ ഒക്കെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലത്. പക്ഷേ ഈ ഷാഫി പറമ്പിലെ പോലുള്ളവരുടെ ഒത്താശയും ഇതിന് പിന്നിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ കണ്ട പാലക്കാട്ടെ ശാസ്ത്രമേള മാറ്റിവെച്ചു. മാങ്കൂട്ടത്തിന് അവിടെ കയറാൻ പറ്റത്തില്ല. MLA എന്നുള്ള രീതിയിൽ വിവിധ ഔദ്യോഗിക പരിപാടികളുണ്ട്. ഇത് മുഴുവൻ തീർന്നിരിക്കുകയാണ്. ജനത്തിന് അവിടെ പറ്റിയത് ഏറ്റവും വലിയൊരു അബദ്ധമല്ലേ. ആ മെട്രോമാൻ ശ്രീധരനെ 2021 ജയിപ്പിച്ചിരുന്നുവെങ്കിൽ പാലക്കാടിന് എന്തെല്ലാം നേട്ടം ഉണ്ടായാലും. നമ്മള് BJPക്ക് അനുകൂലമായിട്ടൊന്നും പറയുകയല്ല. അവിടെ CPM ദുർബലമാണ്, 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ പ്രാവശ്യം നിന്നത് ആരാണ്? കോൺഗ്രസിൽ നിന്ന് സ്ഥാനം കിട്ടാതെ ഒരുത്തൻ ഇങ്ങോട്ട് ചാടി വന്നല്ലോ, ഡോക്ടർ സരിൻ. അതിപ്പോ വെറും ഒരു കോമാളിയായിട്ടാണ് നടക്കുന്നത്. സരിനൊക്കെ ഇനി എന്ത് ഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് CPM-നകത്ത് നിന്നുകൊണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൽ ചെന്ന് തല്ലി തകർക്കും, അരുണിനെ തീർക്കും എന്നൊക്കെ പറയും. ഇതെന്താ വെള്ളരിക്കപ്പെടണോ അല്ലേ?
കോൺഗ്രസ്സുകാർക്ക് പിന്നെ അഴിഞ്ഞാടാനുള്ള ഇടമാണ്. അല്ല, ഈ കോൺഗ്രസ്സുകാരാണ് മോദിക്കെതിരെ സംസാരിക്കുന്നത്. ഫാസിസ്റ്റ് ആണ്, ഫാസിസ്റ്റ് ആണ്. ജനാധിപത്യം തകരുകയാണ്, അതെ. ഇവിടെ മുഴുവൻ സംഘർഷമാണ്. അദ്ദേഹം പറയാണ്, ആ മണ്ഡലം സെക്രട്ടറി പറയുന്നു, റിമാൻഡ് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾ അടിച്ചു തകർക്കുമെന്നാണ്. ആ എ റഹീമിനെയും കൂടെ വേണമെങ്കിൽ കൂട്ടിയാൽ നല്ലതായിരിക്കും. ഞാനിപ്പോ VS ഓർമ്മിക്കുന്നത് കേട്ടോ. VS ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞന് ഈ കയ്യാമ വെച്ചുകൊണ്ട് ഇവരെ തെരുവിലൂടെ നടത്തിക്കണമെന്ന് പറയും, ഈ മാങ്കൂട്ടത്തിനെയൊക്കെ. അതാണ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്തരത്തിലുള്ള പിന്നെ സ്വഭാവ വൈകൃതത്തോടുകൂടിയ ഒരാളെ പാർട്ടിയിൽ എന്തിനു ചുമക്കുന്നത്? ഇപ്പം VD സതീശനും ഒക്കെ ഇങ്ങനെ കിടന്ന് പറയുമെങ്കിലുണ്ടല്ലോ, ഇതിനകത്ത് ഒരു വലിയ ലോബി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലെ വനിതാ നേതാക്കൾ, കോൺഗ്രസിലെ വനിതാ നേതാക്കൾ മുഴുവൻ എതിരാണ്. അങ്ങനെയാണെങ്കിൽ ആ നേതാക്കളുടെ വീട് ഈ നേതാക്കൾ പോയി തല്ലിപ്പൊളിക്കുമോ? അതെ. അല്ല, ഉമാ തോമസ് ഇപ്പം സഹികെട്ട് നിൽക്കുകയല്ലേ. RMDയുടെ KK രമയൊക്കെ ചുമ്മാ ഒരു വിഷയത്തിൽ കയറി ഇടപെടത്തില്ല. അതിന്റെ തക്കതായ കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ്. അവർ കൃത്യമായി പറഞ്ഞല്ലോ, രാജിവെക്കണം. ഇനി എങ്ങനെ? അതാണ്ട് അടുത്ത മാസം സഭ കൂടാൻ പോവുകയാണ്. എങ്ങനെ ഈ മാങ്കൂട്ടത്തിനോടൊപ്പം അവരുടെ പ്രതിപക്ഷ നിരയിൽ ഈ കോൺഗ്രസ്സുകാരൊക്കെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഈ 10-40 എണ്ണം എങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, കാണ്ഡാമൃഗത്തിനേക്കാൾ കൂടുതൽ തൊലിക്കട്ടി ഈ പ്രതിപക്ഷ നിരയിലുള്ളവർക്കുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഉമാ തോമസ് ഒക്കെ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, കൃത്യമായിട്ട് ആ രാജി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് മുറവിളി കൂട്ടി നിൽക്കുന്നത്. ഉമാ തോമസിനെതിരെയൊക്കെ ശരിക്കും ഇതുണ്ടാകും. ഉമാ തോമസ് ഒക്കെ എന്ന് പറയുന്ന ആ PT തോമസിന്റെ ആർജവം കണ്ടിട്ടുള്ളതാണെന്നേ. അങ്ങനെ ഇപ്പൊ കോൺഗ്രസിൽ നമുക്കറിയാം പലരും ഉണ്ട് ഈ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നവര്. പക്ഷെ അവരെ എല്ലാം ഒതുക്കി തീർക്കുമെന്നുള്ളത്. അല്ലെ, മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നു, വനിതാ നേതാക്കൾ ആവശ്യപ്പെടുന്നു. എന്നിട്ടും ആരാണ് ഈ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത്? ഷാഫി പറമ്പിൽ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം അധികാരമുണ്ടോ അദ്ദേഹത്തിന്റെ കയ്യിൽ? ഷാഫി പറമ്പിലും VD സതീശനും ഒക്കെ തമ്മിൽ വലിയ ബന്ധമല്ലേ? യുവ നേതൃത്വം മുഴുവനും കുറെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ പണം കൊടുത്തും ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതല്ലേ ഗുണ്ടാ സംഘത്തെ വരെ നിർത്തിയിരിക്കുകയല്ലേ. ഒരു ചാനൽ അടിച്ചു നിരത്തും, ചാനലിന്റെ ഒരു മേധാവിയെ തകർക്കും എന്നൊക്കെ പറയാൻ ഇവർക്ക് എങ്ങനെയാ സാധിക്കുന്നത്? അരുൺകുമാർ പറഞ്ഞ കാര്യം ശരിയാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു മതേതര സ്വഭാവമുണ്ട്, ഒരു ജനാധിപത്യ പാർട്ടിയാണ്, പാരമ്പര്യമുള്ള പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കണം, എന്തെങ്കിലും തളിച്ചതിനെ കൊല്ലണം. അതല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം, മുറിച്ചു മാറ്റണം ആ ഭാഗം, കേടുവന്ന അവയവം. അത് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ കോൺഗ്രസ്. ഇതിന്റെ റിസൾട്ട് കിട്ടാൻ പോകുന്ന ഇവർക്ക് ഇപ്പൊ 2026 വരെ പോകണ്ട, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടും. അല്ല, ഇനി 2026 കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ MLA-യും കാണില്ല, പാർട്ടിയും കാണില്ല. അല്ല, പിന്നെ എല്ലാം തീർന്നു. കോൺഗ്രസ് തീർന്നു. കോൺഗ്രസും തീരും, UDF-ഉം തീരും. ഘടകകക്ഷികളൊന്നും ഇനി ഇങ്ങനെ ഇരിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ലീഗ് കുറെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ അധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ അവരുടെ അധ്വാനമാണ് വിജയം ഉണ്ടാക്കിയത്. LDF-ൽ നിന്ന് ഘടകകക്ഷികളെയൊക്കെ ഇപ്പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും ഒക്കെ ഇങ്ങനെ AKI സെന്ററിന് ചുറ്റും ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ വന്ന് UDF-ന്റെ മണ്ടയ്ക്കോട്ട് മാങ്കൂട്ടത്തിൻ്റെ ഈ കേസുകളെല്ലാം കൂടെ ഒന്ന് പതിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലല്ലോ, പാർട്ടി UDF എന്ന് പറയുന്നത് മുഴുവൻ തകർന്നു തരിപ്പണമാണ്. അപ്പൊ എന്ത് ചെയ്യും? രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെടും. അടുത്ത 5 വർഷം ഭരണത്തിലേക്ക് പോകാൻ വേണ്ടി മറ്റുള്ളവർ വഴി തേടി പോകും, ഉറപ്പാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.